ഹായ് ഹലോ. ഇപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ എപ്പിസോഡൊന്നും വന്നിട്ടില്ല, പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? പിങ്കിയുടെ ചതികളെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പിങ്കിക്ക് പനിയായിട്ട് ഭയങ്കരമായിട്ട് വിറച്ച് കിടക്കുന്ന സമയത്ത് അർജുൻ സഹായിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. എന്നാൽ ആ ഒരു സമയത്താണ് പിങ്കി ഗൗതമിനെയാണ് ഇപ്പോഴും സ്നേഹിക്കുന്നതെന്നും ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ ഗൗതമാണെന്നും തനിക്ക് ഒരു സ്ഥാനവും ഇല്ല എന്ന് അർജുൻ മനസ്സിലാക്കി. ആ ഒരു സമയം അർജുന് ഭയങ്കര സങ്കടവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമയം കൂടിയായിരുന്നു. കാരണം താൻ അത്രത്തോളം ആ ഒരു കല്യാണം കഴിഞ്ഞ് ശാന്തി മുഹൂർത്തം നടക്കുന്ന സമയത്തായിരുന്നു പിങ്കി ഗൗതമിനെയാണ് സ്നേഹിക്കുന്നത് എന്നറിഞ്ഞത്. ആ ഒരു നിമിഷം പിങ്കിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയ അർജുനാണ്. അത് കഴിഞ്ഞതിന് ശേഷം നന്ദയും ഗൗതമും കാരണമാണ് താൻ തിരിച്ച് ജീവിതത്തിലോട്ട് വന്നതും പിങ്കിയെ സ്വീകരിക്കാനായിട്ടും തയ്യാറായത്. അപ്പോൾ നന്ദയും ഗൗതമും മനസ്സിൽ തട്ടിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിങ്കിയെ സ്നേഹിച്ചിരുന്നു എങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോൾ പിങ്കി ഇല്ലാതെ നന്ദയ്ക്ക് സ്ഥാനം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ അതുപോലെ തന്നെ പിങ്കിയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനായിട്ട് നിനക്കും സാധിക്കും. നീ ശ്രമിച്ചു കഴിഞ്ഞാൽ പിങ്കിയെ മാറ്റാനായിട്ട് നിനക്ക് സാധിക്കും, പിങ്കിയെ സ്വന്തമാക്കാനായിട്ടും സാധിക്കും എന്നൊക്കെ അവിടെ ഗൗതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വാക്ക് കേട്ടിട്ടാണ് അർജുൻ ഒരുപാട് സന്തോഷത്തോടെ നിന്നത്. എങ്ങനെയെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പിങ്കിയെ തിരിച്ച് എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും, പിങ്കി ഞാനും സന്തോഷത്തോടെ ജീവിക്കും എന്നൊരു ഉറപ്പ് അർജുനുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഉറപ്പാണ്, ആ ഒരു വിശ്വാസമാണ് ഇന്ന് തകർന്നു വീണത്. ഇനി ഒരിക്കലും പിങ്കിക്ക് തൻ്റെ മനസ്സിൽ സ്ഥാനമില്ല, അല്ലെങ്കിൽ പിങ്കിയുടെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ല എന്ന് അർജുന് മനസ്സിലായി. അങ്ങനെ ആ ഒരു സങ്കടത്തോടെ ഇറങ്ങി വന്ന സമയത്താണ് നന്ദ വരികയും അങ്ങനെ നന്ദ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നന്ദയോട് അർജുൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിങ്കി ആദ്യം പറയാനായിട്ട് തയ്യാറായില്ല, എന്നാൽ നിർബന്ധിച്ച് നന്ദ ചോദിച്ചപ്പോൾ അർജുൻ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരിക്കലും പിങ്കി എന്നെ സ്വന്തമാക്കത്തില്ല, പിങ്കി എന്നെ സ്നേഹിക്കത്തില്ല, അതിന്റെ തെളിവ് എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ അർജുനെ സമാധാനിപ്പിക്കണമെന്ന് നന്ദയ്ക്ക് അറിയത്തില്ല. കാരണം അത്രത്തോളം തകർന്നു പോയിരിക്കുകയാണ്. ഞാനും ഗൗതമും സന്തോഷത്തോടെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അവിടെ അർജുനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നന്ദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇത് ഇന്ത്യവരത്തിലുള്ള എല്ലാവരും അറിഞ്ഞു. ഗൗതമും നന്ദയും ഒന്നിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം പിങ്കി കാട്ടിയ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ എല്ലാവരും കണ്ടതാണല്ലോ. അതിന്റെ കൂടെ അർജുന്റെ ഈ ഒരു സംസാരവും അർജുൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം എല്ലാവരും അറിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇനി പിങ്കി എന്തായാലും നേരെ ആവത്തില്ല. പക്ഷെ പിങ്കിയോട് തിരിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് പിങ്കിക്ക് പനി ആയതുകൊണ്ട് തന്നെ നന്ദ ഒന്നും പറയാതെ ഇറങ്ങി വരുവാണ് ചെയ്തത്. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ലക്ഷ്മിയോട് നന്ദ പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ഇത്രത്തോളം അഹങ്കാരവും കുശുമ്പും കുന്നായ്മയും ഒരാളെ നന്നാവുന്നത് ഇഷ്ടമില്ലാത്ത പെരുമാറുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിങ്കി ഇത്രത്തോളം തരം താന്നു പോവും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെ അർജുൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് പിങ്കിയെ, അത്രത്തോളം ഇത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്നാൽ അർജുനോട് ഒരു തരി സ്നേഹം പോലും പിങ്കിക്കില്ല. അവിടെ മറ്റൊരാളുടെ ജീവിതമാണ് പിങ്കി ആവശ്യപ്പെടുന്നത്. ഇവിടെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം തുടങ്ങിയിട്ട് ഒരു വർഷമായി. ഈ ഒരു വർഷമായി അവര് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, അതുപോലെ തന്നെ അർജുൻ പിങ്കി കല്യാണം കഴിക്കുകയും ഇപ്പോൾ അർജുൻ തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ടും പിങ്കി അർജുനെ എങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അർജുന്റെ മനസ്സിൽ എങ്ങനെ കയറി പറ്റണം എന്ന ഉള്ള ചിന്തയല്ല. എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കണം, നന്ദയെ പുറത്താക്കണം, നന്ദയുടെ ജീവിതം തകർക്കണം എന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഒരു സമയത്ത് നന്ദ പറഞ്ഞത് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. ആ ഒരു സമയത്ത് അർജുൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് അത്രത്തോളം സങ്കടം തോന്നി. എന്നാൽ പിങ്കിക്ക് പനിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാത്തത്. ചോദിച്ചാലും അവൾ എന്നും പറയാൻ പോകുന്നില്ല. കാരണം അന്ന് അവൾ കാണിച്ച കോലാഹലങ്ങൾ എല്ലാവരും കണ്ടതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നന്ദ സംസാരിക്കുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. പിങ്കിയും അർജുനും ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ, പിങ്കി അർജുനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം നടന്നാൽ മാത്രമേ ഇനി അവർ തമ്മിൽ ഒന്നിക്കത്തുള്ളൂ. പിങ്കിക്ക് മനസ്സിലാവണം അർജുൻ അത്രത്തോളം പിങ്കിക്ക് പ്രധാനപ്പെട്ടതാണെന്ന്. അങ്ങനെ അർജുനെ പിങ്കി സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം, അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അങ്ങനെ അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി അവർക്ക് സന്തോഷ ജീവിതം ഉണ്ടാകത്തുള്ളൂ.
എന്നാൽ അതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. നന്ദ ലക്ഷ്മിയോട് പറയുവാണ്. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും പിങ്കിയും അർജുനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, ഒരു ശ്രമത്തിലാണ് നന്ദ. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ തൻ്റെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വന്ന മാവോയിസ്റ്റുകളെ പിടികൂടി അവരെ ഇല്ലായ്മ ചെയ്യാനും തൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യത്തിലാണ് ഗൗതം. ആ ഒരു ദൗത്യത്തിനിടയ്ക്ക് എന്ത് വേണോ ഗൗതമിന് സംഭവിക്കാം എന്നൊരു കാര്യമാണ് ഗൗതമിന് മനസ്സിൽ. പക്ഷേ ഇതൊന്നും അറിയാതെ ഇന്ത്യവരത്തിലും പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗൗതമിന് ആ ഒരു മാവോയിസ്റ്റുകളെ തകർത്തുകൊണ്ട് തൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഗൗതമിന് മനസ്സിലാകുമോ ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ അർജുൻ ഇല്ല, താനാണെന്നുള്ള സത്യം മനസ്സിലാക്കുമോ? അത് മാത്രമല്ല അർജുനെയും പിങ്കിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? ഇനി എങ്ങനെയായിരിക്കും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരേക്കും ബൈ.